ഹലോ, വെൽക്കം ടു ജേണി ഫോക്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ വിഷ്വലി കാണുന്ന പോലെ കാനഡയിലെ ഒരു വിൻ്റർ സമയത്തെ ഒരു ചെറിയ പ്രതിഭാസത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താണെന്നല്ലേ, -22 ഡിഗ്രിയിൽ വാട്ടർ ഐസ് ആവാത്ത ഒരു പ്രതിഭാസം. ഹലോ, വെൽക്കം ടു ജേണി ഫോക്സ് യൂട്യൂബ് ചാനൽ. ഈ പോകുന്ന ജേർണി നാച്ചുറൽ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനകത്തെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ -22 ഡിഗ്രിയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നടപ്പാതകൾ ഫ്രോസൺ ഐസ് ആയിരിക്കുകയാണ്. അത് സ്ലിപ്പറിയാണ്. അതിലൂടെയാണ് നമ്മൾ നാച്ചുറൽ വാട്ടർ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, -22 ഡിഗ്രി സാധാരണ എല്ലാ വെള്ളവും ഐസ് ആവേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പം കളക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ ആ വെള്ളം മാത്രം ഐസ് ആവുന്നില്ല. അതൊരു വലിയൊരു പ്രതിഭാസമാണ്. ഭൂമിക്കടിയിലെ ഒരു നീരുറവയാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. നിങ്ങൾ ഈ വിഷ്വലി കാണുന്ന ഈ റിവർ ഇപ്പോൾ ഫ്രോസണായി കിടക്കുകയാണ്, ആ വാട്ടർ. പക്ഷെ അതിന് എത്രമാത്രം ആഴമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. സാധാരണയായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ ഒരു പ്രതിഭാസം കാണുന്നത്. നമ്മുടെ -22, -30 ആ ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ടർ ഫ്രോസണായി മാറുകയാണ്. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ജേണി ഫോക്സ് യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ വീഡിയോസ് ആൻഡ് കാനഡ എമിഗ്രേഷൻ ന്യൂസ്. നിങ്ങൾക്ക് എങ്ങനെ കാനഡയിൽ പ്രവേശിക്കാം, പുതിയ എമിഗ്രേഷൻ സാധ്യതകൾ, എമിഗ്രേഷൻ അപ്ഡേറ്റുകൾ എന്നിവ ഈ ചാനലിലൂടെ മുന്നോട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പ്രതലം എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 ഇഞ്ചോളം ഫ്രോസൺ ഐസായി കിടക്കുകയാണ്. അത് സ്ലിപ്പറിയാണ്. ഷൂസ്, കുഞ്ഞുങ്ങളുടെ ഷൂസ് കണ്ടാൽ അറിയാം, അതൊരു ഫ്രോസൺ സമയത്ത് ഇടുന്ന ഷൂസാണ്. അതുപോലും സ്ലിപ്പറി ആവുകയാണ്, അതുപോലും ഫ്രോസണായി കിടക്കുന്നതാണ്. കാനഡയിലെ മനോഹരമായ ഭൂപ്രകൃതിയെപ്പറ്റിയും അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിൽ കൂടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.